ആപ്കി അദാലത്തിൽ ഇമ്രാൻഖാന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ഡബിൾ സ്റ്റാൻഡ് എടുക്കുന്നു എന്നുള്ളതാണ്. ഇമ്രാൻഖാൻ പാകിസ്ഥാനിൽ നിന്നുള്ള ന്യൂസുകൾ വെച്ചാണ് ഞങ്ങൾ ഈ കാര്യം സംസാരിക്കുന്നത്. യുവാക്കൾക്ക് ലെക്ചറും ഉപദേശവും ഒക്കെ നൽകാറുണ്ട്. താങ്കൾ അവർക്ക് നമ്മുടെ കൾച്ചർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നും പഠിപ്പിക്കാറുണ്ട്. കുടുംബ ബന്ധങ്ങൾക്ക് വാല്യൂ കൊടുക്കണമെന്നും പറയാറുണ്ട്. ഇത് സത്യമാണോ? എപ്പോഴേലും ഓക്കെ. പക്ഷേ താങ്കൾ യുവാക്കൾക്ക് കൊടുത്ത ഉപദേശങ്ങളൊന്നും താങ്കൾ യുവാവായിരുന്നപ്പോൾ ഫോളോ അപ്പ് ചെയ്തതായിട്ട് കണ്ടില്ലല്ലോ. ലണ്ടനിലുള്ള സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് താങ്കൾ ചെയ്തിരുന്നത്? ഇതിനെക്കുറിച്ച് ജനങ്ങൾക്ക് കൂടുതലൊന്നും അറിയില്ല. നോക്കൂ, ഇതുകൊണ്ടാണ് എന്നെപ്പോലത്തെ ആൾക്കാർ ബെറ്ററായിട്ട് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ആരെങ്കിലും എപ്പോഴൊക്കെ അതായത് ആരായാലും അന്നത്തെ സമയത്ത് മഹരീത്തിനെ കണ്ടിട്ടില്ലെങ്കിലും അവർ ഏതൊക്കെ ഫേസ് അവർ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അവരെ കൊണ്ട് അതെങ്ങനെ പറയാൻ പറ്റും? എന്നെ പോലത്തെ ആള് എങ്ങനെയാണോ എല്ലാ ഫേസസും കണ്ടിരിക്കുന്നത്, അവർ മഹരിത് കൾച്ചർ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തിട്ടുണ്ടാവും. അവർ മഹറിബിനെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ആരാണോ രണ്ട് കൾച്ചറും അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് അവർ എല്ലാ ബലവും ബലഹീനതയും എല്ലാം അറിഞ്ഞിരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് എന്നെ പോലത്തെ ഒരാൾ വളരെ ക്വാളിഫൈഡ് ആണെന്ന് ഞാൻ പറയും. ചെറുപ്പക്കാരൊക്കെ എങ്ങനെയാണോ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടേണ്ടത്, ഇതിൽ നിന്നൊക്കെയായിരുന്നു രക്ഷപ്പെടേണ്ടതെന്ന് പറയാൻ എന്തിലൊക്കെയാണ് ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കേണ്ടത്. പിന്നെ ഈ കൊരങ്ങന്മാരെ പോലെ മറ്റുള്ളവരുടെ കൾച്ചറൊന്നും നമ്മൾ എടുത്ത് കോപ്പി ചെയ്യാൻ പാടില്ല. ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ എന്നെ പോലത്തെ ഒരാൾ പറയുമ്പോൾ യങ്സ്റ്റേഴ്സ് ഒക്കെ നന്നായിട്ട് കേട്ടോളൂ. കാരണം ഇതൊന്നും ഒരാൾക്കും താങ്കളെ ഉപദേശിച്ചല്ല അയച്ചത്. 20 വയസ്സിൽ താങ്കളുടെ അമ്മ താങ്കളെ ഉപദേശിച്ചു. അതായത് വെള്ളക്കാരുടെ അടുത്ത് നിന്നും കുറച്ച് ദൂരം മെയിൻറ്റെയിൻ ചെയ്യണമെന്ന്. എൻ്റെ അമ്മ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാനി പെണ്ണിനെയാണ് കല്യാണം കഴിക്കേണ്ടതെന്ന്. അതും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ അമ്മ ഞാൻ പാകിസ്ഥാനി ഇരിക്കാനായിട്ട് ആഗ്രഹിച്ചത് കൊണ്ടാണത്. അവരുടെ മകനായിട്ട് ഇരുന്നുകൊണ്ട് ഞാൻ ഞങ്ങളുടെ നാട്ടിലെ പെണ്ണിനെ കല്യാണം കഴിക്കാണ്ട് ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുവാണെങ്കിൽ ഞാനും ഇംഗ്ലണ്ടിലോട്ട് പോകുമെന്ന് പറഞ്ഞു എൻ്റെ വൈഫ് പാകിസ്ഥാനിലിരിക്കാൻ പറ്റില്ല. പക്ഷേ സംഭവിച്ചത് ഇതാണ്. ദിവസവും താങ്കളുടെ വീട് ഒരു ഡിസ്കോ ക്ലബ്ബായി മാറിയതായിട്ടാണ് അറിഞ്ഞത്. ഒരു രീതിയിലുള്ള ലിവിംഗ് റൂമാണ്. അവിടെ താങ്കൾ കാണും ഒരു ടീഷർട്ട് ധരിച്ചിട്ട് അതിലെഴുതിയിരുന്നത് ബിഗ് ബോയ്സ് പ്ലേ അറ്റ് നൈറ്റ് എന്നാണ്. എൻ്റെ റൂം എപ്പോഴും, അതായത് ലിവിംഗ് റൂം എപ്പോഴും ഡിസ്കോ ആയിട്ട് മാറിയിട്ടില്ല. പിന്നെ ബിഗ് ബോയ് പ്ലേ അറ്റ് നൈറ്റ് എന്നുള്ളൊരു ടീഷർട്ട് ആ പീരീഡിൽ ഞങ്ങൾ വേൾഡ് സീരീസ് കളിക്കുമായിരുന്നു. ക്യാരിപെക്കർ ഓസ്ട്രേലിയയിൽ. അവരെല്ലാവർക്കും നൈറ്റ് ക്രിക്കറ്റ് പ്രൊമോട്ട് ചെയ്യാനായിരുന്നു അന്ന് ആ ടീഷർട്ട് തന്നത്. പക്ഷേ അതുപോലുള്ള കാര്യങ്ങളൊന്നും അവരുടെ ടീഷർട്ടിൽ കാണില്ലല്ലോ. നോക്കൂ, ഇപ്പോൾ ഇത് നിങ്ങളുടെ ഒരു ഇമാജിനേഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നത്. അത് വളരെ അധികരിക്കുന്നുണ്ട് ആക്ച്വലി. അങ്ങനെ എന്തൊക്കെ ഉണ്ടായാലും ഞാനത് വല്ലാണ്ട് നോക്കുന്നില്ല. ഞാൻ ആ കാലത്തിൽ ഞാൻ വളരെ ഒരു നോർമലായിട്ടുള്ളൊരു യങ്സ്റ്റർ ആയിരുന്നു. ഞാൻ ഒന്നും അങ്ങനെ നോക്കിയിട്ടില്ല ഒരിക്കലും ഈ മീഡിയയിൽ. പക്ഷേ നിങ്ങളുടെ ഒരു സിറ്റുവേഷനും അങ്ങനെയാണല്ലോ. പക്ഷേ നിങ്ങളുടെ സിറ്റുവേഷൻ ആയതുകൊണ്ട് നിങ്ങൾ മീഡിയയിലും അങ്ങനെയാണല്ലോ ഇതൊക്കെ പ്രൊജക്ട് ചെയ്യേണ്ടത്. നിങ്ങളുടെ ടാലന്റ് നിങ്ങൾ ജനങ്ങൾക്ക് കാണിച്ചേ പറ്റൂ. ന്യൂസ് പേപ്പേഴ്സ് താങ്കളുടെ ന്യൂസ് പ്രിന്റ് ആവുന്നത് നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കുമല്ലോ അല്ലേ ആക്ച്വലി. പക്ഷെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ആക്ച്വലി സമ്മതിച്ചു. അതെ, പലരും താങ്കൾക്ക് ബ്രിട്ടീഷ് മീഡിയയോടൊപ്പം കണക്ഷൻ ഉള്ളതായിട്ടാണ് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള ഒരു വലിയ ലിസ്റ്റ് തന്നെ എൻ്റെ കയ്യിലുണ്ട്. MS സർജനും താങ്കളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്, ലൂലു ബേക്കറിനും താങ്കൾക്കും ബന്ധമുണ്ടെന്ന് പറഞ്ഞു, സൂസനും താങ്കൾക്കും ബന്ധമുണ്ടെന്നും പറഞ്ഞിരുന്നു, കോൾഡി ഹോൺ ഫിലിം സ്റ്റാർ അദ്ദേഹത്തിനും ബന്ധമുണ്ടെന്ന് പറഞ്ഞിരുന്നു, മേരി ഹെൽക്കിനോടൊപ്പവും ബന്ധമുണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോഴാണ് താങ്കൾക്ക് ഓരോരുത്തരുമായിട്ടുള്ള ബന്ധം ഓർമ്മ വരുന്നത്. ലിസ കെമ്പർക്കും താങ്കൾക്കും ബന്ധമുള്ളതായിട്ടും അറിഞ്ഞിരുന്നു. TV സ്റ്റാറായ അനസ്ത്യ കുക്കിനും താങ്കൾക്കും ബന്ധമുള്ളതായിട്ടും, MTVയുടെ ക്രിസ്ത്യൻ ബേക്കർ. ഇപ്പോൾ ഇത്രയും പേര് പറയുമ്പോൾ എന്തെങ്കിലും ഒരു സത്യം കാണില്ലേ? നിങ്ങൾ എന്നെ കുറച്ചാണ് ഇടയിട്ടെന്ന് തോന്നുന്നു. പിന്നെ ഇതിലുള്ള പേരൊക്കെ എനിക്ക് അറിഞ്ഞ പേരായിരുന്നു. അതിൽ കുറച്ചൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഇതൊന്നും പേര് പോലും അല്ല, ഇതിനേക്കാൾ വലിയ വലിയ പേരൊക്കെ ഉണ്ട്. ഈ പേരുകൾ മാത്രമല്ല, കേണൽ നസീം, പാകിസ്ഥാൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ്. അദ്ദേഹം എന്താ പറഞ്ഞിരുന്നത് വെച്ചാൽ ഇമ്രാൻഖാൻ ഓരോ വൈകുന്നേരങ്ങളിലും ഓരോ സ്ത്രീകളോടൊപ്പം ആയിരിക്കുമെന്ന്. ഈ കേണൽ നസീം അദ്ദേഹത്തിന്റെ ഫാന്റസി, അദ്ദേഹം എപ്പോഴും ഇതിനകത്തിരിക്കാൻ ട്രൈ ചെയ്തുകൊണ്ട് തന്നെ എങ്ങനെ ഇരിക്കും? ഇതൊക്കെ അദ്ദേഹത്തിനൊരു ഫാന്റസി ആയിരിക്കും. ഇതിൽ സത്യം ഒന്നുമില്ലേ? എന്തെങ്കിലും ഒരു പവറായിട്ടുള്ളൊരു കാര്യം പറയും. ഇത് അത്ര പവറായിട്ട് തോന്നുന്നില്ലല്ലോ. ഇമ്രാൻ സാർ ഈ കുറ്റങ്ങൾ ആരോപിക്കുന്നത് മീഡിയകളാണ്. പാകിസ്ഥാനിലുള്ള മീഡിയകളും ഇതാണ് പറയുന്നത്, അതുപോലെ ബ്രിട്ടനിലുള്ള മീഡിയകളും. ഞാനൊരു ബാച്ചിലറാണ്, നല്ല പോലെ ക്രിക്കറ്റ് കളിക്കുന്ന ആളാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞില്ല. സോ ഒരു സ്പെക്കുലേഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഏതെങ്കിലും പാർട്ടി പോവുകയാണെങ്കിൽ എല്ലാവരുടെയും കണ്ണി ഞാൻ പെട്ടുപോകും. പിന്നെ നിങ്ങൾ ഇത്രയും ആൾക്കാരുടെയൊക്കെ ലിസ്റ്റ് പറഞ്ഞിരുന്നു. ഇത് വെച്ച് എങ്ങനെയാണ് ഒരാളെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഡിഫെൻഡ് ചെയ്യുന്നത്? അപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങളിൽ പിന്നെ നിങ്ങൾ ഒരുപാട് പഴയ കാര്യങ്ങളെ സംസാരിക്കുന്നത്. അതൊക്കെ ഞാൻ മറന്നു തന്നെ പല വർഷം എടുത്തു.
എന്നെങ്കിലും ആരെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തണ്ടേ? എനിക്ക് കല്യാണത്തിന് മുമ്പ് ഒരു ഫേസ് ഉണ്ടായിരുന്നു, അത് ഞാൻ ആക്ച്വലി കംപ്ലീറ്റ്ലി മറന്നു. കല്യാണത്തിന് ശേഷം ഒരു ഫേസ് ഉണ്ട് ഇപ്പോൾ, അതെനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം.